എല്ലാവർക്കും നമസ്കാരം. വൺ ടച്ച് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ശനിയാഴ്ച 12-ാം തീയതി ശനിയാഴ്ച നടന്ന പെർമനന്റ് എക്സാം പേപ്പറാണ്. 50ഓളം ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് കവർ ചെയ്യും. ബാക്കി വരുന്ന ചോദ്യങ്ങൾ മറ്റൊരു ക്ലാസ്സിലായിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പെയ്ഡ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് എടുക്കാം. ഒരിക്കൽ കൂടി വൺ ടച്ച് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ചോദ്യം 1. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ? രാജ കേശവദാസ്. ചോദ്യം 2. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? റാംമോഹൻ റോയ്. ചോദ്യം 3 നോക്കാറ്. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ്. വട്ടം നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലും അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് PSC എത്ര തവണ ചോദിച്ചിട്ടുണ്ട്. നിസ്സംശയം നമുക്ക് പറയാം സൺ യാറ്റ് സെൻ. ഓപ്ഷൻ ഡി സൺ യാറ്റ് സെൻ. അടുത്ത ചോദ്യം. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. എനിക്ക് തോന്നുന്നു ചോദ്യം ക്വസ്റ്റ്യൻ ഇത് ഭാഗം A കിട്ടിയവർക്ക് ഏകദേശം 10-15ഓളം ചോദ്യങ്ങൾ, ആദ്യത്തെ ചോദ്യങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. വലിയ കൺഫ്യൂഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു 10 മുതൽ 15 വരെ. 5. 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആരാണ്? 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. ചോദ്യം 6 നോക്കിയാലോ. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യമാണ് സ്വീഡൻ. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യമാണ് സ്വീഡൻ. ചോദ്യം 7 നോക്കാം. മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം. താഴെ കുറച്ച് കാരണങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ എന്തുകൊണ്ടാണ്, ഏത് കാരണം കൊണ്ടാണ് മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കുന്നത്? കാസി കുന്നുകളുടെ സാന്നിധ്യം കൊണ്ടാണ് മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം. ഓക്കെ, ചോദ്യം 8 നോക്കിയാലോ. ഓക്കെ, ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് നോക്കണേ. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരിയേത്? നോക്കണേ, പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ എന്താണ്, നമ്മൾ മൈനസ് അടിക്കുന്നത് ശരിയാണോ തെറ്റാണോ ചോദിച്ചിട്ടുള്ളത് അറിയാതെ പെട്ടെന്ന് നമുക്ക് എന്താണ് കറപ്പിക്കും, അത് മൈനസ് അടിച്ചു പോകും. ഇവിടെ ചോദ്യം ഏതാ? ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങൾ ശരിയേത്? ഇന്ത്യയിലെ ആദ്യത്തെ തുണി മില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. ശരിയാണ്, സ്വാഭാവികമായിട്ട്. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. ശരിയാണ്, നമുക്കറിയാം. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിച്ചു. അത് ശരിയാണ്. പക്ഷെ ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. അത് മാത്രം തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം ഏതാ? ഓപ്ഷൻ ബി 1, 2, 3 ശരിയാണ്. ഓക്കെ, ചോദ്യം 9 നോക്കിയാലോ. കേരളത്തിന് നദികളാണ് തന്നിട്ടുള്ളത്, നമുക്കറിയാം. കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് തന്നിട്ടുള്ളത് ചോദ്യത്തില്. തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കബനി, ഭവാനി, പാമ്പാറ്. ഓപ്ഷൻ എ നമ്മുടെ ഉത്തരം. ചോദ്യം 10 നോക്കിയാലോ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാം? ഭൗമോന്തർ ഭാഗത്തു നിന്നുള്ള ശിലാദ്രവ്യത്തിൽ നിന്നും രൂപപ്പെട്ട ശില അവസാദശില. അത് തെറ്റാണല്ലോ. ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം ക്രമമായ താപനഷ്ട നിരക്ക്. ശരിയാണ്. ഭൂവൽക്കത്തെയും മാൻഡലിനെയും വേർതിരിക്കുന്ന മേഖല ഗുട്ടൻബർഗ് പരിവർത്തന മേഖല. അത് തെറ്റാണ്. നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരം സമുദ്ര ജലപ്രവാഹം. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 2ഉം 4ഉം ശരി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 11 നോക്കാം. ഞാൻ പെട്ടെന്ന് ആൻസറിൽ എത്താൻ പറ്റുന്ന ചോദ്യമായിരുന്നു. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഡയറക്റ്റ് ആൻസറിൽ എത്താൻ പറ്റും. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഓപ്ഷൻ ഡി നൈട്രജൻ. കാരണം ഓസോണും കാർബൺ ഡൈ ഓക്സൈഡും ഈസിയിലൊക്കെ പട്ടണം PSC ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചോദ്യമാണ്. റിപ്പീറ്റ് അടിച്ച ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം 12 നോക്കാം. ചെനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് CID ബന്ധപ്പെട്ടതാണ്. കറണ്ട് അഫയേഴ്സ് നമ്മൾ എത്രയോ പേപ്പറിനും അല്ലാതെ നമ്മുടെ എന്താണ് തൊഴിൽ വാർത്തകളിലും നമ്മുടെ ഓൺലൈൻ ക്ലാസ് എത്രയും വട്ടം ചർച്ച ചെയ്തൊരു സംഭവമാണ്. വായിച്ചു പോയതും നോട്ട്സ് തന്നതും ഒരു ക്വസ്റ്റ്യൻ ആണിത്.
റീസി ജില്ലയിലെ ബാക്കൽ കൗലി സ്റ്റേഷനുകൾ ബന്ധിപ്പിക്കുന്നു. ശരിയാണ്. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ശരിയാണ്. ബാരാമുള്ള, ശ്രീനഗർ, ഉധംപൂർ റെയിൽവേ പാതയിലൂടെയാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയാണ്. 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. 4 ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരി. നോക്കിയേ 13. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. ഓപ്ഷൻ സി എം വിശ്വേശ്വരയ്യ. ചോദ്യം 14. പ്രതിശീർഷ വരുമാനം കണക്കാക്കുന്നത് ദേശീയ വരുമാനം ഡിവൈഡ് ബൈ ആകെ ജനസംഖ്യ. ഓപ്ഷൻ എ. പ്രതിശീർഷ വരുമാനം കണക്കാക്കുന്നത് ദേശീയ വരുമാനം ഡിവൈഡ് ബൈ ആകെ ജനസംഖ്യ. ഓപ്ഷൻ എ ശരി ഉത്തരം. ചോദ്യം 15. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് ഏതാ? ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. എന്താ? സർചാർജ്. 16. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാ? 9-ാം പഞ്ചവത്സര പദ്ധതി. 17 നോക്കാം. താഴെ പറയുന്നത് ശരി ഏത്? ശരി. വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ്. ശരിയാ. ശിവരാമൻ കമ്മിറ്റി നബാർഡിന്റെ രൂപീകരണം. ശരിയാണ്. കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായം. 3 ശരിയാ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 18. യോഗക്ഷേമം വഹാമ്യം യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? LICയുടെ ഒക്കെ പരസ്യം നോക്കുന്നവർക്ക് അറിയാം. അല്ലാതെ നമ്മുടെ ആരെങ്കിലും വീട്ടിലെ LIC ഏജന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അറിയാം. യോഗക്ഷേമം പലരുടെയും വണ്ടിയിലൊക്കെ ഈ പേര് ചേർത്തിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. യോഗക്ഷേമം ഇത് LICയുടെ ആപ്തവാക്യമാണ്. യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. 19. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏതാ? ഡയറക്റ്റായിട്ട് മൗലിക ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറഞ്ഞ മതിയായിരുന്നു. ഓക്കെ, എന്നെങ്കിലും ചോദ്യകർത്താവ് കുറച്ച് നമ്മളെ ചിന്തിപ്പിച്ചു. 1. തൊഴിൽ കരം അടയ്ക്കുക ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണോ? അല്ല. അനാഥരായ കുട്ടികളെ സഹായിക്കുക ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണോ? അതുമല്ല. കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലയിൽ പണി എടുപ്പിക്കാതിരിക്കുക അതാണോ? അല്ല, അതും പെടുന്നില്ല. വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക അതും പെടുന്നില്ല. ഏതും പെടുന്നില്ല. പിന്നെ എന്തിനായിരിക്കും എന്നൊരു ചോദ്യം കൂടി നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും അല്ലെ? ശരിയാ. അങ്ങനെയാണ് നമ്മുടെ ഉത്തരം 1, 2, 3, 4 ഓപ്ഷൻ ബി. ഏതും പെടുന്നില്ല. മേലെ പറഞ്ഞ 4ഉം എന്താണ്? ഫണ്ടമെന്റൽ മൗലിക കടമകളിൽ പെടാത്തവയാണ്. ഓക്കെ, ചോദ്യം 20 നോക്കാം. ഭരണഘടനയുടെ 27-ാം വകുപ്പ് ശരിമൊഴി ചേർക്കേണ്ടതാണ് ചോദ്യം കേട്ടോ. ഭരണഘടനയുടെ 27-ാം വകുപ്പ്, ഭരണഘടനയുടെ 18-ാം വകുപ്പ്, ഭരണഘടനയുടെ 13-ാം വകുപ്പ്, ഭരണഘടനയുടെ 26-ാം വകുപ്പ്. താഴെ ഒരു അതിന്റെ കറസ്പോണ്ടന്റ് ആയിട്ട് 4 തന്നിട്ടുണ്ട്. 226-ാം വകുപ്പിന്റെ കറസ്പോണ്ടന്റ് നമുക്കറിയാം. ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. അങ്ങനെയാണെങ്കിൽ 4B വരുന്നത് ആകെ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 4B വരുന്നത് ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി. പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് ഒരു ട്രിക്കും കൂടി നോക്കണം. നമ്മൾ പെട്ടെന്ന് അവിടെ നമുക്ക് ചെറിയ ചെറുപടി ചെറുക്കി വെച്ച് നമ്മൾ ഒരു 10-15 മിനിറ്റ് വരെ സമയം വെച്ച് നമ്മുടെ സമയം മൊത്തം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പം പെട്ടെന്ന് എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തണമെന്ന് നമുക്ക് ഈ ഒരു ഇതും കൂടി സ്മാർട്ട് വർക്കും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ചോദ്യം 21 നോക്കാം. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഏതെങ്കിലും പ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും. അത് ശരിയാണല്ലോ. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുക നമുക്കറിയാം, സ്വാഭാവികം. ശരിയാണ്. ഭരണഘടനയുടെ ഭാഗം 3-ൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഭാഗം 3 ആണോ? ഭാഗം 3 മൗലികാവകാശം അല്ലേ? ഇവിടെ ഭാഗം 3 ഏതാ? ഭാഗം 2 ആണ് കേട്ടോ. 2 അങ്ങനെ തെറ്റായിരിക്കും. ഇന്ത്യൻ പാർലമെന്റാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത്. അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തെറ്റ് എവിടെ? സ്റ്റേറ്റ്മെന്റ് 3 ഓപ്ഷൻ എ. ചോദ്യം 22 നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാ? 86-ാം ഭേദഗതിയിലൂടെ 21A കൂട്ടിച്ചേർത്ത്. ശരിയാ. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലികാവകാശമാക്കി, ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി. ശരിയാണ്. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധമായ വിദ്യാഭ്യാസം നൽകണം എന്ന് പറഞ്ഞു. അത് ശരിയാണ്. നിർദ്ദേശ തത്വങ്ങളിൽ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം
ഓപ്ഷൻ സി ABCD ശരിയാണ്. 23 നോക്കിയാലോ. ചെറുപടി ചേർക്കുക. വീണ്ടും അഗൈൻ റിപ്പീറ്റ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ. നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ നമുക്കൊരു ഇതാണ്, ഒരു ക്ലൂ ആണ് കേട്ടോ. ഇവിടെ ആർട്ടിക്കൽ 148, 76, 324, 250 ഉണ്ട്. നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ 324 അറിയാം. നമ്മൾ എത്രയോ വട്ടം പഠിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ. അല്ലാതെ നമുക്ക് കുറേ നമുക്കറിയാം 324 നമ്മൾ പണ്ടേ പഠിക്കുന്നുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് 1950 നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, 324 ഇലക്ഷൻ 324. അങ്ങനെയാണെങ്കിൽ 2C വരുന്ന ആകെ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 2C ഇതാ കണ്ടോ, ഓപ്ഷൻ എ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ. 24 നോക്കിയാലോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവനകൾ ഏതാ? കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നത്. ശരിയാണ്. തെറ്റേതാണ് വേണ്ടത് നോക്കണേ. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നത് ശരിയാണ്. അവശിഷ്ടാധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട്. അത് പൊട്ടത്തെറ്റ്. അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. ശരിയാണ്. നമ്മുടെ തെറ്റ് എവിടെയാ? സ്റ്റേറ്റ്മെന്റ് 3-ലാണ്. നമ്മുടെ തെറ്റ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി. 25 പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവ ഏതാണ് ചോദിച്ചിട്ടുള്ളത്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ശരിയാണ്. പ്രധാനമന്ത്രിയും മന്ത്രിമാരും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭാംഗങ്ങളാണ്. ശരിയാ. മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല. എന്തോ പ്രശ്നമുണ്ട്. തെറ്റാണ്. പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും. അത് ശരിയാണ്. അങ്ങനെയാണ് നമ്മുടെ തെറ്റെവിടെയാ? സ്റ്റേറ്റ്മെന്റ് 3-ആണ്. ഓപ്ഷൻ ബി. 26 നോക്കിയാലോ. 26 ഇത് ശരിയായവർക്ക് 2 മാർക്ക് കിട്ടും. കാരണം ഇത് റിപ്പീറ്റ് അടിച്ചൊരു ചോദ്യമാണ്. വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഇതേ ചോദ്യം. സെയിം ഓപ്ഷൻ മാത്രം ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നതാണ് ഓപ്പറേഷൻ അമൃത്. ഓപ്ഷൻ സി ഇസ് അവർ ആൻസർ. ചോദ്യത്തിൽ നോക്കിയാലോ. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ വടകര കോടതിയാണ്. ശരിയാണ്. കുറച്ച് കൺഫ്യൂഷൻ ആക്കിയ ഒരു ക്വസ്റ്റൻ ആയിരിക്കും. കാരണം കുറച്ച് കോടതി ഒരു കോൺസെപ്റ്റ്, ആ ഒരു ടോപ്പിക് കുറച്ച് പഠിച്ചവർക്ക് ഈ ഒരു ആൻസറിൽ എത്താൻ പറ്റിയിട്ടുണ്ടാവും. അവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് തൃശ്ശൂർ. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത്. ലോക് അദാലത്തിൽ തീർപ്പായ കേസുകൾക്ക് തുടർ അപ്പീൽ പറ്റില്ല. 4 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 1, 2, 3 ശരിയാണ്. ഇവിടെ നോക്കൂ. 28 ചോദ്യം നമ്പർ 28. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ഇവിടെ ഡോക്ടർ സിറിയക് തോമസ് ഇതിൽ വേറൊരു മേഖലയിലുള്ള ഒരു വ്യക്തിയാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡോക്ടർ സിറിയക് തോമസ് ആൻസറിൽ എത്താൻ പറ്റും. ചോദ്യം 20. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന താഴെ പറയുന്നതിൽ ആരെ തെരഞ്ഞെടുക്കുവാനാണ്? നമുക്കറിയാം MLA ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണ് ഈ FPTP. 30. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന നമുക്ക് വേണ്ടത്. രൂപീകരിച്ച് 1964 ഡിസംബർ 3-ന്. തെറ്റ്. ബാക്കിയൊക്കെ ശരിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കേരള ഗവർണർ. ശരിയാ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്താണ്? കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി ആയിരുന്നു. അത് ശരിയാണ്. അങ്ങനെയാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി. 31. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിലെ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ആക്കുന്നത് ഒരു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ പെടുന്നതാണ്. സംസ്ഥാനത്ത് 1000 സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റുക. ശരിയാ. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വർദ്ധിപ്പിക്കുക. അത് ശരിയാണ്. വിദ്യാർത്ഥികൾ സ്കൂളിൽ 3 നേരം ഫുഡ് നൽകുക, ഭക്ഷണം നൽകുക മാത്രം ഉൾപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം പ്രസ്താവന 4 തെറ്റാണ്. ഓപ്ഷൻ ഡി. സയൻസ് ചോദ്യം നോക്കാം. 32. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. 33 നോക്കാം. ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ആണ് എറിത്രോപോയിറ്റിൻ.
ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ്? GLUT4. ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം എന്താണ്? ഗ്ലൂട്ടിനേഷൻ. അടുത്ത 36 നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ആണ്. അവിടെ ശരിയാക്കിയവർക്ക് ഇതും കൂടി ശരിയാക്കാൻ പറ്റും. രണ്ട് മാർക്ക് കിട്ടും, ഇല്ല 2 മാർക്ക് പോകും. ഓപ്പറേഷൻ അമൃത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം. ഓപ്ഷൻ ബി. ഓപ്ഷൻ ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു, നേരത്തെ സി ആയിരുന്നു, ഇപ്പൊ ബി ആണ് ആൻസർ. 37 നോക്കാം. 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാണ് കൊല്ലം ആശ്രമത്തെ കണ്ടലവനങ്ങൾ. 38 പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ക്രിസ്ത്യൻ ഹൈജൻസ്. താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലം. കിലോ വാട്ട് ഹവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ്? ഊർജം, എനർജി. ഡിഫിക്കൽട്ടി ഇല്ലാത്ത ചോദ്യമായിരുന്നു, പെട്ടെന്ന് ആൻസറിലെത്താൻ പറ്റും. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ഇസ്രയേൽ ദൗത്യത്തിന്റെ പേര് സ്പാഡക്സ് മിഷൻ. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. പിന്നെ 42 റൂദർഫോർഡിന്റെ ആൽഫ കിരണ വിസ്തരണ പരീക്ഷണത്തിലെ തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. തെറ്റായ പ്രസ്താവന ഇവിടെ നോക്കൂ. സ്വർണ്ണ തകിടുകളുടെ മിക്ക ആൽഫ കിരണങ്ങളും വ്യതിയാനമില്ലാതെ കടന്നുപോയി. ശരിയാണ്. സ്വർണ്ണ തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും 150 ഡിഗ്രി വരെ വ്യതിചലിച്ചത് മാത്രം തെറ്റ്. ആൽഫ കണങ്ങളുടെ ഒരു ചെറിയ ഭാഗം ചെറിയ കോണങ്ങളുടെ വ്യതിചലിച്ചു. ശരിയാ. വളരെ കുറച്ച് കണങ്ങൾ 150 ഡിഗ്രി വ്യതിചലിച്ചു. ശരിയാണ്. ഇവിടെ തെറ്റ് ഓപ്ഷൻ ബി. അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമം എന്താ? അൺബൈനിലിയം. 44 താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹങ്ങൾ അല്ലാത്തവയാണ്. മഗ്നീഷ്യം. 45 ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ. 46 ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട പ്രസ്താവന. ശരിയായ പ്രസ്താവന. പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. തിരുവല്ല മേച്ചേരിയിലെത്തി നിന്ന് ലഭിച്ച സ്ഥാണുരവിയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. തെറ്റ്. 1 ശരി 2 തെറ്റ്. പ്രസ്താവന 1 ശരിയാണ്, 2 തെറ്റ്. അങ്ങനെയാണെങ്കിൽ 46 നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ. 47 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ പോൾബെർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ഗായത്രി സ്പിവാക്. 48 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട പ്രസ്താവന നോക്കേണ്ടത്. ബസുമതി വിക്രമം എന്ന കൃതി രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. അത് തെറ്റാ. കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. അത് ശരി. ആണെങ്കിൽ 1 തെറ്റ് 2 ശരി. പ്രസ്താവന 1 തെറ്റാണ്, 2 ശരി. 48 ബി. 49 നോക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് വന്നിട്ടുള്ളത്. ICC വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ MS ധോണി. ശരിയാണ്. തന്റെ ഈ കരിയറിൽ 200 ടെസ്റ്റ് മാച്ച് കളിച്ച ആദ്യ ഇന്ത്യൻ താരം പറയുന്നത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ എ നമ്മുടെ ഉത്തരം. അവസാന ചോദ്യം നോക്കാം. 50 ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ശരിയാണ്. വള്ളത്തോൾ നാരായണമേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ശരിയാണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 50 സി. ഓക്കെ. അപ്പൊ 50ഓളം ചോദ്യങ്ങൾ കവർ ചെയ്തു. കുറച്ച് സ്പീഡാക്കിയിട്ടാണ് നമ്മൾ ഓടിച്ചു വിട്ടത്. കാരണം കുറച്ച് നമുക്ക് റിപ്പീറ്റ് അടിച്ച ചോദ്യങ്ങളാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കുറേ വട്ടം നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നെ അങ്ങനെയാണ് പെട്ടെന്ന് ഓടിച്ചു വിട്ടത്. പിന്നെ ബാക്കി വരുന്ന 50 ചോദ്യങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്രസന്റേഷൻ നടത്തും. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നമുക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം. കാരണം നമ്മൾ ഇപ്പം ഡെയിലി വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പരമാവധി. അപ്പം നമ്മളെന്തെങ്കിലും നമ്മുടെ ഈ പറയുന്ന പ്രസന്റേഷൻ എന്തെങ്കിലും മാറ്റം വേണമെങ്കിലും ടോപ്പിക് വൈസ് ക്ലാസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. അതിന്റെ ടോപ്പിക് വൈസ് ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം അയച്ചു കൊടുക്കണം. അടുത്ത വീഡിയോ ആയി കാണാം. ബൈ ബൈ. എല്ലാവർക്കും വിജയാശംസകൾ.